30 വർഷം മുൻപ് വെട്ടിയ വഴി ഇതുവരെ ടാറ് കണ്ടിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് മുന്നോടിയായി കലുങ്ക് നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. അതിനായി മണ്ണ് നീക്കി സൗകര്യമൊരുക്കുകയും ചെയ്തു. പണിക്ക് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 2023 നവംബർ 2-ന് നഗരസഭാ ചെയർമാൻ നിർമ്മാണോദ്ഘാടനവും നടത്തി. ഈ 10 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ഒരു ദിവസം ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. ഞങ്ങൾ ഇതിലെ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ വീഴുക, ഒരു ഗതിയില്ലാതെ ഇങ്ങനെ കിടക്കുക. അന്ന് സ്ഥലത്ത് വന്ന കരാറുകാരനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. 7 മാസം പിന്നിട്ടിട്ടും പണി തുടങ്ങാനുള്ള യാതൊരു ലക്ഷണവുമില്ല. ഇതിനിടെ നാട്ടുകാരിലൊരാൾ വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ വിവരാവകാശത്തെയാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഒരു അപേക്ഷ കൊടുത്തു. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റ് വഴി ഒരു മറുപടിയും വന്നു. ഇങ്ങനെ ഒരു വഴി പനക്കൽ കോളനി എന്നും പറഞ്ഞു റോഡേ ഇവിടെ ഇല്ല. ടാർ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നടന്നു പോകുന്നതിന് ഉപകരിക്കുന്ന റോഡായിരുന്നു. കലുങ്കിന് കുഴിയെടുത്തതോടെ പണി പാളി. 31 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അതായത് പത്തനംതിട്ട നഗരസഭയിൽ നിന്ന് 3 കിലോമീറ്റർ പോലും ദൂരത്തിലല്ലിത്. അപ്പോൾ അവരുടെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആൾക്കാരുടെ വോട്ട് മാത്രം മതി അവർക്ക്. മുൻപ് ചെയ്ത ജോലികൾക്കുള്ള പണം കുടിശ്ശികയായതാണ് കരാറുകാരൻ പണി വൈകിപ്പിക്കാനുള്ള കാരണമത്രേ. വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിക്കായി നൽകിയ അപേക്ഷയിലെ ചോദ്യം കാര്യത്തോടടുത്തില്ലെന്നാണ് വാർഡംഗം പറയുന്നത്. പനക്കൽ കോളനി റോഡിന് അനുവദിച്ച ഫണ്ട് എന്ത് ചെയ്തു എന്നാണ് വിവരാവകാശ നിയമത്തിലെ ഏക ചോദ്യം. അതാണ്. അപ്പം നഗരസഭയെ നോക്കുമ്പോൾ പനക്കൽ കോളനി എന്ന് പറഞ്ഞാൽ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥരതിന് വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല, റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ റോഡിൻ്റെ പേര് കുഴിക്കാലപ്പടി പനക്കൽ കോളനി എന്നാണ്. കുഴിക്കാലപ്പടി പനക്കൽ കോളനി റോഡിൽ പനക്കൽ ഭാഗത്ത് കലുങ്ക് നിർമ്മാണമാണ് പ്രൊജക്റ്റ് നമ്പർ 255/2023 ഇത് ടെൻഡർ പത്തനംതിട്ടയിലുള്ള കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ടുണ്ട്, എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട്. അപ്പം 23-24 സാമ്പത്തിക വർഷത്തെ വർക്ക് എത്രയും വേഗം അത് ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമത്തിലാണ് ഞാൻ. പണി പുനരാരംഭിക്കാൻ ഇനി വൈകില്ലെന്നാണ് കരാറുകാരൻ അബ്ദുൾ അസീസിന്റെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.